ഹായ്. കേരളം മുഴുവനും മഴക്കെടുതികൾ കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് പെരും മഴയാണ്. ഈ ന്യൂനമർദ്ദം എന്നുള്ള പേരൊക്കെ സത്യത്തിൽ നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പൊന്നും ന്യൂനമർദ്ദം എന്നുള്ള പേരൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂനമർദ്ദം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ പേരിൽ അത് അറിയപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മഴയൊന്നും പെയ്യില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. സത്യത്തിൽ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാലം മുമ്പ് 1880-കളിൽ തന്നെ സ്ഥാപിതമായെങ്കിലും കാര്യമായിട്ടുള്ള ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച് തുടങ്ങിയത് 2006 ശേഷമാണ്. അതിന് ശേഷമാണ് നമ്മൾ ചുവപ്പ് ജാഗ്രത, മഞ്ഞ ജാഗ്രത, ഓറഞ്ച് ജാഗ്രത എന്നൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയത്. അപ്പോൾ അതുകൂടാതെ ഒരു ജാഗ്രതയും കൂടി ഉണ്ട്, പച്ച ജാഗ്രതയും കൂടി ഉണ്ട്. അത് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. കാരണം അത് പലതും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചയും മഞ്ഞയൊക്കെ വളരെയധികം കോഷൻ നമുക്ക് തരുന്ന ജാഗ്രതകൾ മാത്രമാണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ റെഡ് അലേർട്ടും, അതായത് ഓറഞ്ച് ജാഗ്രത അതുപോലെ തന്നെ ചുവപ്പ് ജാഗ്രത, ഇത് രണ്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ നമുക്കൊരു കോഷൻ തരികയാണ്. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നടത്താനും അത്യാവശ്യമില്ലാത്തവ ഒഴിവാക്കാനും. നമ്മുടെ ഏജ് പ്രൊഫൈലൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്നത്. നമ്മൾ 25 വയസ്സിൽ എടുക്കുന്ന റിസ്ക് നമുക്ക് 65 വയസ്സിലോ 70 വയസ്സിലോ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ റെഡ് അലേർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഈ മഴയൊക്കെ സെൻറ്റിമീറ്ററിലാണ് സാധാരണ സൂചിപ്പിക്കുക. അതൊരു 20.5 ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റെഡ് അലേർട്ടായിട്ട് പ്രഖ്യാപിക്കുള്ളൂ. അതിന് മുകളിലുള്ള എല്ലാ മഴയും റെഡ് അലേർട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പുറത്തിറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് സത്യത്തിൽ ഇത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ ജാഗ്രതകൾ, മഞ്ഞ അലേർട്ട് അല്ലെങ്കിൽ ചുവപ്പ് അലേർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കാനല്ല. അത്യാവശ്യം ഇപ്പം ഓഫീസിൽ പോകേണ്ടവരൊക്കെ ഓഫീസിൽ പോകുന്നുണ്ട്, മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, ഗൃഹപ്രവേശങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അത് റെഡ് ആയിക്കോട്ടെ, ഓറഞ്ച് ആയിക്കോട്ടെ, മഞ്ഞ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ അതോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു കോഷൻ തരാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് ജാഗ്രത നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം